നമുക്കിന്ന് വിഷു സ്പെഷ്യലായിട്ട് ഒരു വിഷു അട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു തേങ്ങ മുഴുവനായും ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുഴയ്ക്കാൻ ആവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി ഒഴിച്ച് തന്നെയാണ് മാവ് കുഴച്ചെടുക്കുന്നത്. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടി തന്നെ പൊടിക്കകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കരപ്പാനി ഒന്ന് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം മാവ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മയം വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഒന്ന് വെക്കാം. ഇതിപ്പോൾ നല്ല മയമായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചമ്പ് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 3/4 മണിക്കൂറോളം എടുത്തായിരുന്നു ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ വിഷു അട ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.